ഈ രാഷ്ട്രീയക്കാരെന്തിനാ ഈ വിശ്വാസത്തിൽ ഇടപെടുന്നത്? എൻ്റെ വിശ്വാസം എന്താണ്, ഞാൻ പൊക്കോണം. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ വിശ്വാസം അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണമെന്നാണ്, ഞാൻ ഊരിക്കോണം. ഊരണ്ടാണ് ഊരാണ്ടാ പൊക്കണം. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത ഈയനും തർക്കങ്ങൾ. ഈ പിണറായിയുടെ വിവരക്കേടാ ഇത്. പിന്നെ അങ്ങനെയൊന്നും ഇതൊക്കെ മിണ്ടാൻ പോകുന്നത്. മറ്റേ പഴയമായിട്ട് ആലോചിക്കും ഭേദമാകരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങേര് അത് മിണ്ടണ്ടായിരുന്നു. പുള്ളി സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞു പോയതാണ്. പിന്നെ വേറൊരു കാര്യം, ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെ നടക്കാനാണ്. പിണറായിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാണ്. അവിടെ ശബരിമലയായിട്ട് 2 പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് പിണറായി ഇല്ലേ, ഞാനല്ല പോയി തടഞ്ഞു. എന്നാ വലിയ സംഘർഷമായിരുന്നു. വാശിയെന്ന് പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ കാണിച്ചില്ല. പോലീസ് എത്ര പോലീസ് വെടിവെപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനും തോക്കൻ്റെ കയ്യിലിരിപ്പുണ്ട്. വെടിവെപ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പിണറായി ഒരു ദൈവവിശ്വാസിയല്ല, അങ്ങനെ ഒരു നാസ്തികനെന്ന് അതും പരസ്യമായിട്ട് പറയുന്നത് കള്ളത്തരമെന്ന് വിളിക്കും. ഞാൻ ദൈവവിശ്വാസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ സംസാരിക്കുന്നത് ദൈവത്തെ ഓർത്ത് വേറെ വല്ലതും ഓർത്ത് പറയാമെന്ന് ചോദിക്കും എന്നോട് പല പ്രാവശ്യം. അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ അതുണ്ടല്ലേ ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ പറഞ്ഞോട്ടെ. ഈ ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ? ശബരിമലയുടെ ചരിത്രത്തിൽ 300 കൊല്ലത്തെ ചരിത്രമുള്ളൂ, അതിന് മുകളിലോട്ടില്ല. ശബരിമല എന്ന് പറയുന്ന ശാസ്താവെന്ന് ശബരിമല അയ്യപ്പൻ 12 രാജകൊട്ടാരത്തിൽ ജനിച്ചതെന്നുള്ള ലോക പരസ്യമല്ലേ, എല്ലാവർക്കും അറിയാം. അതൊരു സത്യമാണ്. പിന്നെ അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യം തന്നെ. പിന്നെ അതിനകത്ത് വിശ്വസിക്കണ്ട. പക്ഷേ അയ്യപ്പൻ ജനിച്ചില്ലെന്ന് ആരും പറയാല്ല. അത് 300 കൊല്ലത്തെ പഴക്കമല്ലേ ഉള്ളൂ. അങ്ങനെ പുലിപ്പാൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് അതിൽ വിശ്വസിച്ചോട്ടെ, നിങ്ങളിതിന് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് പിണറായി ആകെ അതിനകത്ത് ഇടപെടാതിരിക്കാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.